എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 മണി തൊട്ട് ഞാൻ രാത്രി ഫുഡ് വെച്ച് കിടക്കണ വരെയുള്ള കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാൻ വെക്കാൻ പോവാണ്. കുഞ്ഞാവ് ഉറങ്ങണേണ്. അപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ അവൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാൻ വെക്കുകയാണ്. അപ്പോൾ ഞാൻ പുട്ടുകുടത്തിലാണ് ഏത്തപ്പഴം പുഴുങ്ങാൻ വെക്കണത്. പിന്നെ അങ്ങനെ വേറെ പണികളൊന്നുമില്ല. കുറച്ച് ചോറ് വെക്കണം, കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഏത്തപ്പഴം ഇരിപ്പുണ്ട്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. പിന്നെ ഞാൻ വേഗം ചോറ് വെക്കാനുള്ള പരിപാടിയിലോട്ട് പോയി. അപ്പം ഞാൻ അരിയൊക്കെ എടുത്ത് കുക്കറിൽ ആണ് ഞങ്ങൾ ചോറ് വെക്കണത്. അപ്പോൾ അരിയൊക്കെ കഴുകി കുക്കറിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടേക്കൊന്ന് അടിച്ച് വാരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി അടിച്ച് വാരാൻ വേണ്ടി ചെന്നു. അപ്പം നാളോട്ട് ഉറങ്ങണമായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കള്ളന്മാർ നടക്കണ പോലെ നടക്കേണ്ടി വരും. ചെറിയ ഒച്ച കേട്ടാൽ പോലും ആളെ എഴുന്നേക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ പാടി അവിടെ കിടത്തി കഴിഞ്ഞ് അവിടെ ഫുൾ അടിച്ചൊക്കെ വാരി അടിച്ചു വാരിയൊക്കെ തീരാറായപ്പോഴേ അമ്പാടി വന്നു. അമ്പാടിക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കി തരാൻ കുറച്ച് നേരം കൂടി നിൽക്കട്ടോ, കുഞ്ഞാവക്ക് പാപ്പക്കൊക്കെ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളെ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അപ്പോഴേ മാളൂട്ടി എഴുന്നേറ്റ് വന്ന് പിന്നെ ഞാൻ അവളെ കുറച്ച് നേരം കൊഞ്ചിച്ച് കളിപ്പിച്ചൊക്കെ അവിടെ ഇരുന്ന് പിന്നെ അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് കുറച്ച് നേരം ഞാൻ അവളെയും കൊണ്ട് പുറത്തോട്ടൊക്കെ പോയി കാക്കേനെയൊക്കെ കാണിച്ചു കൊടുത്ത് അവളുടെ ആ ഉറക്കപ്പിച്ച് എന്നുള്ള ഒരു മൈൻഡൊക്കെ മാറ്റിയെടുത്ത് അങ്ങനെ അപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൾക്ക് നടക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെടുത്താലും താഴെ ഇറങ്ങാമെന്നൊക്കെ കാണിക്കുള്ളൂ. പിന്നെ ഞാൻ അവൾക്ക് പഴം പുഴുങ്ങിയത് കൊടുത്ത് ഭക്ഷണം കൊടുക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും ഞാൻ സമയം എടുത്തും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ ആൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ വേഗം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ സെറ്റാക്കി വെച്ച് പഴമൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പം അമ്പടിക്ക് വിശക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ഗ്ലാസ് പാൽ അവൻ ആദ്യം കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പാൽ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് വിശപ്പ് മാറുമല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ പഴംപൊരി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച ഒരു ഗ്ലാസ് പാൽ ആദ്യം കൊണ്ട് കൊടുത്തു. പക്ഷെ അവനത് കഴിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. ഏട്ടൻ വരാറായിട്ടുണ്ട്, 6 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ കളിക്കണേണ്. അപ്പോൾ എപ്പോഴും പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പലഹാരമായിട്ടൊന്നും വേണം. സാധാരണ എപ്പോഴും പുട്ടും കറിയൊക്കെ ഉണ്ടാക്കാറ്. പക്ഷെ അതങ്ങനെ ഉണ്ടാക്കുമ്പോൾ അമ്പാടി കഴിക്കാൻ പറ്റില്ല. അമ്പാടി പുട്ടൊന്നും വൈകുന്നേരം കഴിക്കില്ല. പഴംപൊരിയൊക്കെ ആകുമ്പോൾ അമ്മാടിയും കഴിക്കും, കുഞ്ഞാൾക്കും കൊടുക്കാം, അമ്മയാണെങ്കിലും കഴിക്കും. മാളൂട്ടി ഉറങ്ങിയ നേരം കൊണ്ട് ഞാൻ വേഗം പോയി വിളക്ക് വെക്കാനുള്ള വിളക്കൊക്കെ തേച്ച് വേഗം വിളക്ക് വെക്കാനുള്ളതായിട്ട് നോക്കി. അത് കഴിഞ്ഞ് കുറച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ വന്നു. പക്ഷെ വന്നാൽ ഞാൻ അറിഞ്ഞില്ല, വീടിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞത്. അപ്പോഴാണ് വീഡിയോ എടുത്തത്. പിന്നെ ഏട്ടനും പഴംപൊരിയും ചായയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും മാളൂട്ടി എഴുന്നേറ്റ് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അവൾക്ക് ഞാൻ പഴംപൊരിയൊക്കെ കൊടുത്തു. ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ അമ്മയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം അമ്മ വന്നപ്പോൾ കുഞ്ഞാവ് ഉറങ്ങണമായിരുന്നു. അമ്പാടി പിന്നെയും കളിക്കാനായിട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ എന്താ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ആൾ വന്നു. പിന്നെ അയാൾ പിന്നെയും കളിക്കാനായിട്ട് വരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ TV ഒക്കെ കണ്ടിരുന്ന മാളൂട്ടിനെ കളിപ്പിച്ച് എന്തോ സിനിമയായിരുന്നു എന്ന് തോന്നുന്നു കാണുന്നത്. കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അമ്പാറുടെ സൗണ്ട് മുറ്റത്ത് കേട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അവൻ മിണ്ടാണ്ട് പതുക്കെ പോണേന്. പിന്നെ ഞാൻ അവനെ വിളിച്ചകത്ത് കയറ്റി വേഗം പോയി മേല് കഴുകാനൊക്കെ പറഞ്ഞു. ചേട്ടക്ക് ഉമ്മടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മടുക്ക് കെട്ടിപ്പിടിച്ച് പിന്നെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മാളൂട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് അവൾക്ക് കൊടുത്ത് നേരെ അമ്മയുടെ അടുത്താണ് അവളെ കൊണ്ടാക്കിയത്. അപ്പോൾ അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ പറ്റില്ല. മാളൂട്ടി ഉള്ളതുകൊണ്ട് ഒരാൾ മാളൂട്ടിനെ പിടിക്കാൻ വേണം. അവൾ ലേറ്റായിട്ടാണ് ഉറങ്ങണത്. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ കുഞ്ഞാവിനെ കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിച്ചു. പിന്നെ ഒരു 10:30-11 മണിക്കുള്ളിൽ ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.